നമസ്കാരം. ആവശ്യമില്ലാത്ത പണിയിൽ ചെന്ന് തലവെച്ച് കുറച്ചെണ്ണം ജയിലിലായിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിലേറെ വലിയ പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മുടെ പഴയ മുഖ്യമന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണയും എക്സാലോജിക്കും സീമാറിലുമായിട്ടുള്ള ആ കേസിലെ കുറച്ച് കോടികളുടെ കണക്ക്, അതായത് കള്ളപ്പണ ഇടപാട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ വന്നത്. അതായത് വീണ കള്ളപ്പണം വാങ്ങിയെന്ന് ആരും പറഞ്ഞില്ല, കണ്ടെത്തിയിട്ടുമില്ല. അന്വേഷിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം അല്ല എന്നുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതിനെ തടയിടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ തടയിടുന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം മുറുകെ അങ്ങോട്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അത് കള്ളപ്പണ ഇടപാടാണെന്ന് തെളിയും. അത് ആർക്ക് വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിസ്റ്റർ സഖാവ് പിണറായി വിജയനൊക്കെ ചിലപ്പോൾ അകത്ത് പോയിന്ന് വരും, ചിലപ്പോൾ ഒപ്പം വേറെ ചിലരുമൊക്കെ പോയിന്ന് വരും. അപ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ടായിരിക്കും ഈ അന്വേഷണത്തെ തടയുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തടയുന്നതും അവരെ ആക്രമിക്കുന്നതും ഒക്കെ. അങ്ങനെയാണ് അന്ന് ഈ പാർട്ടി അണികളെ മുഴുവൻ വിളിച്ചു വരുത്തി ഇ ഡി ഉദ്യോഗസ്ഥരെ തല്ലിയതും അവർ വന്ന കാർ അടിച്ചു പൊളിച്ചതും ഡ്രൈവറുടെ കണ്ണടിച്ചു പൊട്ടിച്ചതും ഒക്കെ. എന്നാൽ പോലീസ് സംവിധാനം പിണറായി പോലീസിൽ നിന്ന് വി ഡി സതീശൻ പോലീസിലേക്ക് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലീസിലേക്ക് അങ്ങോട്ട് മാറാത്തത് കൊണ്ടന്ന് ഉറങ്ങി നിന്നതും കണ്ടു. പക്ഷേ ഇ ഡി പിന്നെ സ്ട്രോങ് ആവും എന്ന് മനസ്സിലായപ്പോൾ 300 പേരുടെ പേരിൽ കേസെടുത്തു. അതിൽ 26 അകത്താക്കി. അതിലിപ്പോൾ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചപ്പോൾ CPM-ന്റെ പഴയ തീപ്പൊരി പുലിക്കുട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും CPM-നോട് കൂറ് പുലർത്താതിരിക്കാൻ പറ്റൂലല്ലോ. ഏതായാലും 9ാമത്തെ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ, പ്രോസിക്യൂഷന്റെ സഹായത്തോടെ പുറത്തിറങ്ങുന്ന ഒരു സഹായം വന്നപ്പോൾ ഇ ഡിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കേരളമാണ്, നമ്മളിനി നോക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാകുമെന്ന്. അതുകൊണ്ട് ഇ ഡി നേരെ കോടതിയിൽ കൊടുത്തു. ഇത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്, ഞങ്ങൾ ഇവിടെ കക്ഷി ചേർക്കണം നോട്ടീസ് കൊടുത്തിരുന്നു. കേരള രാഷ്ട്രീയത്തെ ഇനി വരുന്ന ദിവസങ്ങളിൽ ആകെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന അതീവ നിർണായകമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് അങ്ങനെ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതി വേദിയാകാൻ പോവുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അന്ന് പിണറായി വിജയന്റെ വാടക വീട്ടിൽ നിന്നും ഈ റൈഡൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥരെ ഈ പാർട്ടി ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കടുത്ത നിലപാട് തന്നെ എടുക്കാമെന്ന് ഇ ഡി നേരിട്ട് തീരുമാനിച്ചു. ഇ ഡി അങ്ങനെ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു, കോടതി അനുവദിച്ചിരിക്കുന്നു. ഇതോടെ കേസിന്റെ ഗതി തന്നെ ആകെ മാറി മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച ഈ കേസിൽ കോടതിയിൽ അതീവ നിർണായകമായിട്ടുള്ള വിശദമായ വാദം കേൾക്കൽ നടക്കുമെന്നാണ് അറിയുന്നത്. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസിയെ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് കാണിച്ചു കൊടുക്കാനുള്ള പുറപ്പാടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇവിടെ നമ്മൾ പ്രോസിക്യൂഷനെ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇനി മുതൽ പ്രോസിക്യൂഷൻ ഒരു ഭാഗത്തുണ്ടാവും, ഇ ഡിയുടെ വക്കീൽ മറുഭാഗത്തുണ്ടാവും. ഇനി പാർട്ടി വക്കീൽ ആണ് ഇനി അവിടെ പ്രോസിക്യൂഷനാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇ ഡിന്റെ വക്കീൽ അവിടെ ഇടപെടും, കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. സാധാരണഗതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അക്രമ കേസുകളിൽ ലോക്കൽ പോലീസാണ് കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ ഇ ഡി നേരിട്ട് കോടതിയിലേക്ക് ഇറങ്ങാൻ കൃത്യമായ ഒരു കാരണമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ, അതായത് PMLA നിയമത്തിലെ എല്ലാ ശക്തമായ വകുപ്പുകളും ഉപയോഗിച്ചിട്ടാണ് ഇ ഡി ഇനി കോടതിയിൽ വാദിക്കാൻ പോകുന്നത്. ഇതോടെ പ്രതികൾക്ക് നിയമപരമായ ഒരു പരിരക്ഷയും യാതൊരു പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിയാണ്. ഈ അക്രമത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? റെയ്ഡിലൂടെ ഇ ഡി പിടിച്ചെടുത്തിട്ടുള്ള നിർണായക രേഖകൾ നശിപ്പിക്കാനാണോ, അതോ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയിട്ട് പിന്തിരിപ്പിക്കാനാണോ, ഇനി അതല്ല വണ്ടിയിലിട്ട് കത്തിക്കാനാണോ? ഇങ്ങനെയുള്ള ഈ നീക്കങ്ങൾക്കെല്ലാം ഉത്തരം വേണം, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വേണം. അത് കണ്ടെത്താനുള്ള നീക്കമാണ് ഇ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ പൂർത്തിയാക്കാൻ ഇ ഡിക്ക് സാധിക്കുകയും ചെയ്യും. ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് തന്നെ കോടതിയെ സമീപിച്ച സ്ഥിതിക്ക് പ്രോസിക്യൂട്ടറെ കളി പൂർണ്ണമായും പാളീസായിരിക്കുകയാണ്. ഈ നാടകീയ നീക്കങ്ങൾക്കിടയിലേക്കാണ് ഇ ഡി കൂടി കക്ഷി ചേർന്ന് വരുന്നത്. ഇതേ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായിട്ടുള്ള ലെനിന്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴും ഇ ഡി ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ലെനിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് തങ്ങളുടെ ഭാഗം കൂടി കോടതി വിശദമായി കേൾക്കണമെന്നാണ് ഇ ഡി ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇ ഡിയുടെ ഈ അടിയന്തര ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ചത്തേക്ക് കോടതി മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ തിങ്കളാഴ്ച ഒരേ സമയം ലെനിന്റെ ജാമ്യാപേക്ഷയെ ഇ ഡി എതിർക്കും. ഒപ്പം ഈ കേസിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു ഗൂഢാലോചന അത് കോടതിക്ക് മുന്നിൽ ഇ ഡി തുറന്നിടുകയും ചെയ്യും. ഇതോടെ പ്രതിപട്ടികയിലുള്ളവർക്ക് മാത്രമല്ല, അവർക്ക് പിന്നിൽ നിന്ന് ഒപ്പിച്ച് ജാമ്യം നൽകാനായിട്ട് ശ്രമിച്ചവർക്കും, അതുപോലെ അവരെ കൊണ്ട് നമ്മൾ അന്ന് ഇ ഡിയെ അടിക്കാൻ നോക്കിയവർക്കും, വണ്ടി തല്ലിപ്പൊളിക്കാൻ പറഞ്ഞവർക്കും, കൂടെ നിന്ന് നഖം ചുരണ്ടി ആസ്വദിച്ച് നിന്നവരുണ്ടല്ലോ, ഒരു പെറ്റി കേസ് പോലും പെടാതെ ഇവരെയൊക്കെ ഈ പാവങ്ങളെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി 300 പേരുടെ കേസുമാക്കി അവരുടെ കുടുംബത്തിൽ ഇടുത്തി വിതച്ചുകൊണ്ട് മാറി നിൽക്കുന്ന കുറച്ചെണ്ണം, അവരുമൊക്കെ
കേസിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഈ കേസിൽ പോലീസിന്റെ അന്വേഷണ രീതി, ആ രീതിക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടന്ന സമയത്ത് സംഭവ സ്ഥലത്ത് CPM-ന്റെ വളരെ മുതിർന്ന നേതാക്കൾ മുന്നിലുണ്ടായിരുന്നു. അത് പുറത്തു വരുന്ന വിവരങ്ങളാണ്, ദൃശ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. എന്നാൽ വമ്പന്മാരെ തൊട്ടുകഴിഞ്ഞാൽ കൈകൊള്ളും എന്ന് ഭയന്ന പോലീസ് ആ മുതിർന്ന നേതാക്കളെ എല്ലാം പ്രതിപ്പട്ടികയിൽ നിന്ന് തന്ത്രപൂർവ്വം മാറ്റിയതാണ് പിന്നെ നമ്മൾ കാണുന്നത്. പകരം സാധാരണക്കാരായിട്ടുള്ള ചില പാർട്ടി അണികൾ അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കൾ അവരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. നേതാക്കളെ സംരക്ഷിക്കാൻ അണികളെ ബലിയാടാക്കുന്ന ഒരു സ്ഥിരം ശൈലിയുണ്ട്. ആ ശൈലി ഇ ഡി നേരിട്ട് രംഗത്ത് വന്നതോടെ അങ്ങോട്ട് കഥ മാറാൻ പോവുകയാണ്. ഇ ഡി അന്വേഷിക്കുന്നത് കേവലം ഒരു തല്ലുകേസ് മാത്രമല്ല, ഈ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക സ്രോതസ് എന്താണ്, ആസൂത്രിതമായി ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ ആരാണ് പണമെറിഞ്ഞത്, ഇതിനു പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചന എന്താണ്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. അതുകൊണ്ട് കേസ് ഇവിടെ ഒന്ന് തീരുമെന്ന് കരുതേണ്ടതില്ല. ഈ ആക്രമണ കേസിൽ ഇനിയും നിരവധി പ്രതികൾ പിടിയിലാകാനുണ്ട് എന്ന് പോലീസ് തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അതീവ ഗുരുതരമായ കാര്യം, കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ ഇതിനോടകം തന്നെ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ്. പോലീസ് കോടതിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെയാണ്. പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്ന് ആ അന്വേഷണം കൂടി ഇനി ഇതിൽ വരും. അതായത് ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ പണി വാങ്ങുമെന്നർത്ഥം. അതില് ഈ അത്താഴ പ്രശ്നക്കാരനായിട്ടുള്ള ലോക്കൽ നേതാവെന്നോ പ്രതിപക്ഷ നേതാവെന്നോ മാറ്റമൊന്നും ഉണ്ടാവില്ല. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ ആക്രമണവും ഇപ്പോ ഇ ഡിയുടെ നേരിട്ടുള്ള കോടതി ഇടപെടലും ഒക്കെ കൂട്ടിച്ചേരുമ്പോൾ കേരള രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പോലീസിന്റെ സംരക്ഷണയിൽ രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടുള്ള വമ്പൻ സ്രാവുകൾ ഇ ഡിയുടെ വലയിൽ കുടുങ്ങുമോ? തിങ്കളാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നടക്കുന്ന വാദത്തിൽ ഇ ഡി ഉയർത്താൻ പോകുന്ന ആ ഞെട്ടിക്കുന്ന തെളിവുകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാം. Different angles. Don't forget to subscribe and support this channel.